ഹരേ കൃഷ്ണ. നമുക്കിനി 5-ാമത്തെ ശ്ലോകം നോക്കാം. രമ്യേ ഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഓം നമോ നാരായണായ. നമ്മളിപ്പോൾ 4 ദ്വീപുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ആദ്യത്തെ ഇളാവൃതം, പിന്നെ നമ്മൾ ഭദ്രാശ്വം എന്ന് പേരുള്ള 2-ാമത്തെ ഇളാവൃതത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളത് കണ്ടു. അതിനുശേഷം ഹരിവർഷം കണ്ടു, കേതുമാലം കണ്ടു. ഇനി അടുത്ത വർഷത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. രമ്യേ ഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ. രമ്യേ ഹ്യുദീജി, രമ്യ എന്ന് പറഞ്ഞാൽ വളരെ രമണീയമായിട്ടുള്ളത്, പ്രകൃതി രമണീയമായിട്ടുള്ളതും. പിന്നെയോ ഹ്യുദീജി, ഹി ഉദീജിയാണ് ഹ്യുദീജി. ഹി എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് ഉറപ്പിച്ച് പറയുകയാണ്. ഉദീജി എന്ന് പറഞ്ഞാൽ വടക്കു ഭാഗത്ത്. നമ്മളിവിടെ വടക്കു ഭാഗം എന്ന് പറയുന്ന ഇളാവൃതമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിൻ്റെ കേന്ദ്രമായിട്ട് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക് ഇങ്ങനെ ഓരോ ദിക്കുകളിലെ ആയിട്ടാണ് ഓരോ വർഷത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്തതിനെ പറയുന്നത് വടക്കു ഭാഗത്തുള്ള അതിരമണീയമായിട്ടുള്ള ഖലു രമ്യകനാംനി വർഷേ. രമ്യകനാംനി എന്ന് പറഞ്ഞാൽ രമ്യകം എന്ന് നാമമുള്ള, പേരുള്ളതായിട്ടുള്ള വർഷേ, ആ വർഷത്തിൽ, ആ രാജ്യത്തിൽ അല്ലെങ്കിൽ ആ ഭൂഖണ്ഡത്തിൽ തദ്വർഷനാഥമനുവർയ സപര്യമാണം. തദ്വർഷനാഥ, ആ വർഷത്തിൻ്റെ നാഥനായ, ഏത് നമ്മളിപ്പോൾ പറഞ്ഞ രമ്യക വർഷത്തിൻ്റെ നാഥനായിട്ടുള്ളത് ആരാണ്? മനു വർയ സപര്യമാണം. മനു, ഇവിടെ മനു എന്ന് പറയുന്നത് വൈവസ്വത മനുവിനെ ഉദ്ദേശിച്ചാണ്. അതായത് നമ്മളിപ്പോൾ കഴിയുന്ന ഈ മന്വന്തരത്തിലെ മനുവായിട്ടുള്ള, നമ്മൾ കഴിയുന്നത് വൈവസ്വത മന്വന്തരത്തിലാണ്. ഈ വൈവസ്വത മന്വന്തരത്തിലെ നാഥനായിട്ടുള്ള ആ വൈവസ്വത മനു, ആ വൈവസ്വത മനുവാണ് രമ്യക വർഷത്തിൻ്റെ നാഥനായിട്ടുള്ളത്. അവിടെ ആ വൈവസ്വത മനുവാണ് സപര്യമാണം, ഭഗവാനെ അങ്ങനെ പൂജിക്കുന്നവനായി കുടികൊള്ളുന്നത്, ഭഗവാനെ സദാ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആ സാക്ഷാൽ വൈവസ്വത മനുവാണ് ഈ രമ്യകവനത്തില. പിന്നെയോ ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം. ഭക്തൈകവത്സലം അമത്സരഹൃത്സുഭാന്തം, ഇങ്ങനെ 3 വാക്കുകളുണ്ട്. ചില ബുക്കുകളിൽ ഹൃത്സുഭാന്തം എന്നുള്ളത് ചേർത്തായിരിക്കാം, അല്ലെങ്കിൽ അമത്സര ഹൃത്സു എന്ന് കൊടുത്തിട്ട് ഭാന്തം വേറെ ആയിരിക്കാം. അപ്പോൾ ഭക്തൈകവത്സലം അമത്സര ഹൃത്സു എന്ന് പറഞ്ഞ ഭക്തൈകവത്സലം അമത്സര ഹൃത്സു. ഭക്തൈകവത്സലം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭക്തജനങ്ങളോട് വാത്സല്യമുള്ളവരിലായിട്ട് ഇരിക്കുന്ന, ഇവിടെ ഏതൊരു മൂർത്തിയാണോ പൂജിക്കുന്ന ആ മൂർത്തിയുടെ വിശേഷണങ്ങളാണ് പറയുന്നത്. തൻ്റെ ഭക്തന്മാരിൽ ഏറ്റവും വാത്സല്യമുള്ളവനായിരിക്കുന്ന. പിന്നെയോ അമത്സര ഹൃത്സു, അമത്സരം മാത്സര്യബുദ്ധി ഇല്ലാത്തവരുടെ ഹൃത്സു, ഹൃദയത്തിൽ, ഉള്ളിൽ
ഭാന്തം വിളങ്ങിക്കൊണ്ടിരിക്കുന്ന വിലസുന്നതായിട്ടുള്ള അല്ലയോ മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ആരാ അവിടെ കുടികൊള്ളുന്ന, അല്ലെങ്കിൽ ഭഗവാൻ ഏതു രൂപത്തിലാ അങ്ങനെയുള്ളവരിൽ വസിക്കുന്നതെന്നാണെങ്കിൽ മത്സ്യാകൃതി മത്സ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന ആ ഭഗവാനെ അവിടുന്ന് ഭുവനനാഥ. നോക്കൂ, ആ ഒരു വിശേഷണം ജഗന്നാഥ എന്ന് പറഞ്ഞ് ഈ ഭുവനത്തിന് മുഴുവൻ നാഥനായിട്ടുള്ളവനെ. പക്ഷെ എന്നിട്ടും അവിടുന്ന് ആ ഒരു ചെറിയ വർഷത്തിൽ, ആ രമ്യക വർഷത്തിൽ വന്ന് കുടികൊള്ളുന്നത്, ഈ വൈവസ്വത മനുവിനാൽ പൂജിക്കപ്പെടുന്നവനായി കുടികൊള്ളുന്നത്, അവിടുന്നാകട്ടെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള, ഈ വിശ്വത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള അവിടുന്ന് ഈ വൈവസ്വത മനുവിനാൽ പൂജിക്കപ്പെട്ട് മത്സ്യാകൃതിയായി മത്സ്യരൂപത്തിൽ വാഴുന്ന അല്ലയോ ഭഗവാനെ അവിടുന്ന് സദാ ഈ പ്രപഞ്ചത്തിൽ അവിടുത്തെ സൃഷ്ടികളായിട്ടുള്ള എല്ലാ ചരാചരങ്ങളിലും, എങ്ങനെയുള്ള ചരാചരങ്ങളിലാണ് ഭഗവാൻ കുടികൊള്ളുന്നതെന്ന് അടുത്തു പറയുന്നു. അമത്സരഹൃത്സു, മാത്സര്യബുദ്ധി ഇല്ലാത്ത ഹൃദയത്തോടു കൂടിയവരിൽ, അല്ലെങ്കിൽ മാത്സര്യബുദ്ധി ഇല്ലാത്തവരുടെ ഹൃദയങ്ങളിൽ ഭഗവാനെ അവിടുന്ന് സദാ എങ്ങനെ ഭക്തവത്സലനായി അവിടുന്ന് കുടികൊള്ളുന്നു. ഭഗവാൻ എപ്പോഴും തൻ്റെ ഭക്തൻ്റെ ദാസനായിട്ടാണ് വർത്തിക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. കാരണം ഭഗവാൻ, അത് നമുക്ക് അംബരീഷ ചരിതമൊക്കെ പഠിക്കുമ്പോൾ ഇനി കാണാം നമുക്കത്. ഭഗവാന് തന്നെക്കാൾ പ്രിയം തൻ്റെ ഭക്തനോടാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ സംശയം തോന്നാൻ, ലക്ഷ്മി ദേവിയേക്കാൾ പ്രിയമാണോ തൻ്റെ ഭക്തനോടെന്ന്. അത് നമുക്ക് നരസിംഹാവതാരം പറയുമ്പോൾ കാണാം. ലക്ഷ്മി ദേവി പോലും ആ രൂപത്തിൻ്റെ ആ ഒരു ഘോരഭാവം കണ്ടിട്ട് ഈ വിശ്വം മുഴുവൻ കിടുങ്ങി വിറച്ചു നിൽക്കുമ്പോൾ ലക്ഷ്മി ദേവിയും ഭയന്ന് നിൽക്കുകയാണ്. അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ആ ഭാവത്തിൻ്റെ ആ ഒരു രൗദ്രഭാവം കണ്ടിട്ട്. പക്ഷെ അവിടെയും ഭക്തവത്സലനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് തൻ്റെ അടുത്തേക്ക് പതിയെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ പോലും ആ 5 വയസ്സുകാരനായ ഭക്തപ്രഹ്ലാദൻ നടന്നെടുക്കുമ്പോൾ അവിടുന്ന് എത്ര പെട്ടെന്നാണ് ശാന്തനായത്. ലക്ഷ്മി ദേവി പോലും അടുക്കാൻ ഭയന്ന് നിന്നിരുന്ന അല്ലയോ ഭഗവാനെ ആ രൂപത്തിലും ഒരു ഭയവും കൂടാതെ ഭക്തന് നടന്നെടുക്കുവാൻ കഴിഞ്ഞത് അവിടുത്തെ ആ ഒരു ഭക്തവാത്സല്യമല്ലാതെ എന്താ ഭഗവാനെ. ഇവിടെയും അങ്ങനെയാണ് ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ ഭക്തവത്സലനായിട്ടുള്ള ലക്ഷ്മി ദേവിയേക്കാൾ തൻ്റെ ഭക്തരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഭഗവാൻ, മാത്സര്യബുദ്ധി തീരെയില്ലാത്ത നിർമത്സരരായിട്ടുള്ള ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഭഗവാനെ സദാ വസിക്കുന്ന അവിടുന്ന് മത്സ്യരൂപത്തിൽ ആ രമ്യക വർഷത്തിൽ കുടികൊള്ളുന്നു. അവിടെയാകട്ടെ ആ സാക്ഷാൽ വൈവസ്വത മനു തന്നെ ഭഗവാനെ അവിടുത്തെ ഉപാസകനായി. അവിടെ ധാരാളം ഉപാസകന്മാരുണ്ട് അല്ലേ. ഈ ഒരു നമുക്ക് പ്രപഞ്ചം മുഴുവൻ എടുത്താൽ എവിടെയാ ഭഗവാനെ അവിടുത്തെ ഭക്തരില്ലാത്തത്. എന്നിരുന്നാലും അവിടെ പ്രധാന ഉപാസകനായിരിക്കുന്നത് വൈവസ്വത മനു തന്നെയാണ്. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ അവിടുത്തെ ഭജേ ഭവന്തം. ഭവന്തം എന്ന് പറഞ്ഞാൽ അങ്ങയെ ഭജേ, ഞാൻ ഭജിച്ചു കൊള്ളട്ടെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. രമ്യേ ഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രമ്യേഹ്യുദീജി. അവിടെ പാഠഭേദം നമ്മൾ നോക്കിയാൽ ചില ബുക്കുകളിൽ രമ്യെന്നും ഹ്യുദീജി എന്നും 2 വാക്കുകളായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ചില ബുക്കുകളിൽ അത് ഒന്നിച്ചായിരിക്കും കൊടുത്തിരിക്കുന്നത്, രമ്യേഹ്യുദീജി. അങ്ങനെയെങ്കിൽ അത് ചേർത്ത് വായിക്കുക. അതല്ല പിരിച്ചാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അങ്ങനെ അവരവരുടെ ബുക്കിൽ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ വായിക്കാം. പിന്നെ അടുത്ത ഹ്യുദീജി, അത് ശ്രദ്ധിച്ച് വായിക്കുക. ഹി ഉദീജിയാണ്. പിന്നെ രണ്ടാമത്തെ വരി തദ്വർഷനാഥമനുവർയ സപര്യമാണം, അത് ചേർത്ത് തന്നെ വായിക്കുക. തദ്വർഷ, തത് വർഷമാണ്, ആ വർഷത്തിൽ എന്നുള്ള, പക്ഷെ അത് അങ്ങനെ തദ്വർഷനാഥ
മനുവര്യ സപര്യമാണം. സപര്യമാണം എന്ന് പറഞ്ഞാൽ ഉപാസകനായിട്ട് പൂജിക്കപ്പെടുന്നവനായിട്ടിരിക്കുന്ന അല്ലയോ ഭഗവാനെ. അപ്പോൾ അത് ചേർത്ത് വായിക്കുക. പിന്നെ അടുത്ത ഭക്തൈകവത്സലം അമത്സര ഹൃത്സു. വത്സലം അമത്സര ഹൃത്സു ആണ്. അതുകൊണ്ട് തന്നെ ഭക്തൈകവത്സലം അമത്സര, അവിടെ അമത്സരം ആയതുകൊണ്ട് ആദ്യത്തെ മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. ഭക്തൈകവത്സലം അമത്സര ഹൃത്സുഭാന്തം. ഇത്രയാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകം നോക്കാം. വർഷം ഹിരണ്മയ സമാഹ്വയമൗത്തരാഹമാസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവതേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരിചിന്മയാത്മൻ. ഓം നമോ നാരായണായ. ഇനി അടുത്ത വർഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ 5 വർഷങ്ങൾ നമ്മൾ കണ്ടു. ഇനിയും 6ാമത്തെ വർഷം. വർഷം എന്ന് പറഞ്ഞാൽ ഇനിയും പറയാൻ പോകുന്ന വർഷം, അതിൻ്റെ കാര്യം പറയാണ്. ഹിരണ്മയ സമാഹ്വയമൗത്തരാഹമാസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം. കുറച്ച് വലിയ പദമായിട്ട് തോന്നാം. നമുക്കൊന്ന് പിരിച്ച് ചെറുതാക്കി അർത്ഥം പറഞ്ഞു നോക്കാം. ഹിരണ്മയ സമാഹ്വയം. ഹിരണ്മയ സമ ആഹ്വയം. ഹിരണ്മയം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറത്തിലുള്ള. ഹിരണ്മയം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഹിരണ്മയം എന്നുള്ള വാക്കിന് സ്വർണ്ണ നിറത്തിലുള്ളത് എന്നർത്ഥം കൽപ്പിക്കാം. പക്ഷെ ഇവിടെ ഹിരണ്മയം എന്ന് പറയുന്ന ആ വർഷത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഹിരണ്മയ സമ ആഹ്വയമൗത്തരാഹം. ഇവിടെ ഹിരണ്മയ സമ എന്ന് പറഞ്ഞാൽ ഹിരണ്മയം എന്ന് പറയുന്ന, ആഹ്വയം എന്ന് പറഞ്ഞാൽ എന്ന് വിളിക്കപ്പെടുന്ന, എന്ന് പറയപ്പെടുന്ന, സമാഹ്വയം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഹിരണ്മയം എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള വർഷം അതെങ്ങനെ? ഔത്തരാഹം എന്നാണ് പറഞ്ഞത്. അതായത് തെക്കു വടക്കു ഭാഗത്തായിട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രമ്യക വർഷത്തിൻ്റെ തെക്കു വടക്കു ഭാഗത്തായിട്ടാണ് ഈ ഹിരണ്മയം എന്ന് വിളിക്കപ്പെടുന്ന ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം. ആസീനം എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിതി ചെയ്യുന്ന, കുടികൊള്ളുന്ന. അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം. ധൃതി എന്ന് പറഞ്ഞാൽ ധരിക്കുന്ന, പർവ്വതത്തെ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന. കർമ്മഠകാമഠാംഗം. കർമ്മഠം എന്ന് പറഞ്ഞാൽ സാമർഥ്യമുള്ളത്. അഥവാ ഈ ഒരു പർവ്വതത്തെ തന്നെ എടുത്തുയർത്തുന്നതിന് വളരെയേറെ നിപുണനായിട്ടുള്ള, വളരെയേറെ സാമർഥ്യമുള്ളതായിട്ടുള്ള, എങ്ങനെ? കാമഠാംഗം എന്ന് പറഞ്ഞാൽ കാമഠത്തിൻ്റെ അംഗത്തോട് കൂടിയ കൂർമ്മ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു ആമയുടെ രൂപത്തിൽ കൂർമാവതാരം പൂണ്ട അങ്ങനെയുള്ള അലയോ ഭഗവാനെ. ഈ ഒരു കഥ നമുക്കറിയാം. പാലാഴി മഥന സമയത്ത് ആ സമുദ്രത്തിനുള്ളിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരുന്ന മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുന്നതിന് വേണ്ടി അലയോ ഭഗവാനെ അവിടുന്ന് കൂർമ്മരൂപം പൂണ്ടിരുന്നു. തൻ്റെ കട്ടിയുള്ള പുറന്തോടിൻ്റെ പുറത്ത് ഈ ഒരു പർവ്വതത്തെ തന്നെ ഉയർത്തി നിർത്തിയ, ധരിച്ചുകൊണ്ട് നിന്നിരുന്ന അലയോ ഭഗവാനെ, എത്രയോ ലക്ഷക്കണക്കിന് യോജന വലിപ്പമുള്ളതായിട്ടുള്ള രൂപം സ്വീകരിച്ച അലയോ ഭഗവാനെ, കൂർമ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ, ആ കൂർമ്മസ്വരൂപം സ്വീകരിച്ച അലയോ ഭഗവാനെ, അവിടുന്ന് അങ്ങനെ പർവ്വതത്തെ എടുത്തു ഉയർത്തുന്നതിൽ വളരെ നിപുണനായിട്ടുള്ള അലയോ ഭഗവാനെ, അവിടുന്ന് സംസേവതേ പിതൃഗണപ്രവരോര്യമായം. സംസേവതേ എന്ന് പറഞ്ഞാൽ നന്നായി സേവിക്കപ്പെടുന്നവനായിട്ട്. പിതൃഗണപ്രവരോര്യമായം.
പിതൃഗണപ്രവരഹ എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം, പിതൃക്കളുടെ കൂട്ടത്തിൽ പ്രവരഹ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പിതൃഗണ പ്രവരോര്യമായം, പ്രവരോര്യമ എന്ന് പറഞ്ഞാൽ പിതൃഗണ പ്രവരഹ അര്യമ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പിതൃഗണ പ്രവരോര്യമ. അങ്ങനെ പിതൃഗണങ്ങളുടെ കൂട്ടത്തിലെ പിതൃക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രവരഹ ശ്രേഷ്ഠനായിട്ടുള്ള അര്യമ, അര്യമാവ് തന്നെ നന്നായി സേവിച്ചു കൊണ്ടിരിക്കുന്നത്. യം എന്ന് പറഞ്ഞാൽ യാതൊരു മൂർത്തിയെയാണോ, തം ത്വാം ഭജാമി ഭഗവൻ, തം ത്വാം, തം അങ്ങനെയുള്ള ആ മൂർത്തിയെ, ആ മത്സ്യമൂർത്തിയായിരിക്കുന്ന, കൂർമ്മമൂർത്തിയായിരിക്കുന്ന, കൂർമ്മസ്വരൂപിയായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, ത്വാം അങ്ങയെ, ഭജാമി ഞാൻ ഭജിച്ചുകൊള്ളുന്നു ഭഗവാനെ, ഭഗവൻ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു, പരചിന്മയാത്മൻ പരമാർത്ഥസ്വരൂപിയായിരിക്കുന്ന പാരമാർത്ഥിക തലത്തിൽ യാതൊന്നാണോ എന്നുമെന്നും നിലനിൽക്കുന്നതായിട്ടുള്ളത്, സത്യസ്വരൂപനായിട്ടുള്ളത്, യാതൊന്നു മാത്രമാണോ ഈ ഭൂമിയിൽ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ളത്, ആ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള അല്ലയോ ഭഗവാനെ അവിടുത്തെ ഞാൻ ഭജിച്ചു കൊള്ളുന്നു. അവിടുന്നാകട്ടെ ഈ ഹിരൺമയം എന്ന് പറയുന്ന വർഷത്തിൽ, ആ വർഷം എങ്ങനെയാണെന്നാണ് പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള ആ വർഷത്തിൽ ഈ തൊട്ടു മുൻപ് പറഞ്ഞ പ്രകൃതി രമണീയമായിട്ടുള്ള രമ്യക വർഷത്തിൻ്റെ നേരെ വടക്കു ഭാഗത്തുള്ളതും, അതേപോലെ തന്നെ ഉത്തരം എന്നാണ് പറഞ്ഞാൽ, ഉത്തരഭാഗം എന്ന് പറഞ്ഞാൽ വടക്കു ഭാഗത്ത് കുടികൊള്ളുന്നതും, അതേപോലെ തന്നെ അല്ലയോ ഭഗവാനെ പർവ്വതത്തെ തന്നെ എടുത്തു പുയർത്തുന്നതിൽ വളരെയേറെ നിപുണനായിട്ടുള്ള, സാമർഥ്യമുള്ളവനായിട്ടുള്ള അല്ലയോ ഭഗവാനെ കൂർമ്മസ്വരൂപത്തെ ധരിച്ച അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ ഭഗവാനെ, ആ കൂർമ്മമൂർത്തിയായി കുടികൊള്ളുന്ന ഹിരൺമയ വർഷത്തിൽ പിതൃഗണങ്ങളിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സാക്ഷാൽ അര്യമാവ് തന്നെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അല്ലയോ കൃഷ്ണ ഗുരുവായൂരപ്പ, ആ കൂർമ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വർഷം ഹിരൺമയ സമാഹ്വയമൗത്തരാഹമാസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവതേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരിചിന്മയാത്മൻ. ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം വലിയ സമസ്ത പദങ്ങളുള്ള ഒരു ശ്ലോകമാണിത്. ഹിരൺമയ സമാഹ്വയമൗത്തരാഹമാസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം, അതത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഇനിയും ആ തുടക്കക്കാർക്ക് അത്രയും പറ്റുന്നില്ല എങ്കിൽ ഹിരൺമയ സമാഹ്വയമൗത്തരാഹം, ഹം എന്നെടുത്തുകൊണ്ട് താഴെ ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം അങ്ങനെ എടുക്കുക. ഇനി അതിൽ തന്നെ വായിക്കുമ്പോൾ ഹിരൺമയ സമാഹ്വയമൗത്തരാഹം, സമാഹ്വയം ഔത്തരാഹമാണ്, അത് ശ്രദ്ധിക്കുക. പദം പിരിക്കണ്ട, വായിക്കുമ്പോൾ ഔ എന്ന അക്ഷരത്തിനൊന്ന് ഇത് കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് ആസീനം അദ്രിധൃതി കർമ്മഠകാമഠാംഗം, ആസീനം അദ്രിധൃതിയാണ്, അതുകൊണ്ട് ആസീനമദ്രിധൃതി മായ്ക്ക് അകാരവും കൂടി ചേർത്ത് കൊടുത്ത് വായിക്കുക. അടുത്തതിൽ പിതൃഗണപ്രവരോര്യമായം, പിതൃഗണപ്രവരോര്യമ, അവിടെ അര്യമ ആയതുകൊണ്ട് രോര്യമ ഓകാരം നീട്ടിയെടുക്കുക. ഇത് ഇത്രയാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.